ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പുതിയ പ്രഭാതത്തിൽ തിരുവചനം കേൾക്കുവാൻ നമ്മളെ ഇടയാക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 16-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ നിന്നെ ബെത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും. രൂത്തിൻ്റെയും ബോവസിൻ്റെയും കൊച്ചുമകനും ദാവീദ് രാജാവിൻ്റെ പിതാവുമാണ് ഇശായി. ഇശായിയുടെ പിതാവിൻ്റെ പേര് ബോവസ് എന്നാണ്. ഇവർ യഹൂദ വംശജരും ആയിരുന്നു. ബെത്ലഹേമിലെ ഒരു സാധാരണ ഭൂ ഉടമയായിരുന്നു ഇശായി. ബെത്ലഹേമിലെ കുടുംബ തലവന്മാരിൽ ഒരാളുമായിരുന്നു ഇശായി എന്ന് കാണുവാൻ കഴിയും. ഇശായിക്ക് 8 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. പെൺമക്കൾ സെരൂയ, അബീഗയിൽ എന്നിവർ ആയിരുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായം 1 മുതൽ 13 വരെയും 1 ദിനവൃത്താന്തം 2-ാം അധ്യായം 13 മുതൽ 16 വരെയും ഇശായിയുടെ മക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇന്ന് അല്പമായി ഇശായിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് രാജ്യ സ്നേഹിയായിരുന്ന ഇശായി. ഫെലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ ശൗൽ രാജാവിനെ സഹായിക്കുവാനായി വൃദ്ധനായ ഇശായി തൻ്റെ മൂത്ത 3 ആൺമക്കളെയും അയക്കുന്നു. ഇത് 1 ശമൂവേൽ 17-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. തൻ്റെ രാജ്യത്തെ അഥവാ താൻ അധിവസിക്കുന്ന ഇടം ശത്രുക്കളിൽ നിന്നും മോചനം നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വൃദ്ധനായ പിതാവ്. ഫെലിസ്ത്യർ തങ്ങളുടെ സൈന്യത്തെ യുദ്ധത്തിന് ഒന്നിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സൈന്യത്തെ തോൽപ്പിക്കുവാനാണ് തൻ്റെ മക്കളെ രാജാവായ ശൗലിൻ്റെ സൈന്യത്തോടൊപ്പം വിട്ടയക്കുന്നത്. മാത്രമല്ല, ദാവീദിനെ ശൗൽ രാജാവ് ആളയച്ച് വിളിപ്പിക്കുമ്പോൾ ആ പിതാവ് അപ്പവും വീഞ്ഞും ഒരു കോലാട്ടിൻകുട്ടിയും ശൗലിന് കാഴ്ചയായി കൊടുത്തയക്കുന്നു. ഇതിലൂടെ രാജാവിനെയും തൻ്റെ ദേശത്തെയും സൈന്യ വ്യൂഹത്തെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇശായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് ആക്ഷേപധ്വനിയായി ഇശായി എന്ന പേര് മാറുന്നു. ശൗലും നാബാലുമെല്ലാം ഇടയ്ക്കിടെ ആക്ഷേപധ്വനിയായി ഇശായി എന്ന പേര് ഉപയോഗിക്കുന്നു. ഇശായിയുടെ മകൻ പന്തിഭോജനത്തിന് വരാതിരുന്നത് എന്ത്? ഇശായിയുടെ മകൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും, ഇശായിയുടെ മകൻ നിങ്ങൾക്കൊക്കെയും, ഇശായിയുടെ മകൻ എനിക്കായി പതിയിരിക്കുന്നു, ദാവീദ് ആർ, ഇശായിയുടെ മകൻ ആർ തുടങ്ങിയ ആക്ഷേപധ്വനികൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ ബെത്ലഹേമിന് വെളിയിൽ ഇശായി അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി അല്ലാതിരുന്നിരിക്കാം. എന്നാൽ ഈ പേരിനെ ജീവനുള്ള ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന പ്രവചനം മശിഹായുടെ പ്രത്യാശയുടെ വർണ്ണനയായി മാറുന്നു. ഒരിക്കൽ ഈ പേര് മറ്റുള്ളവർ ആക്ഷേപമാക്കിയെങ്കിൽ ഇന്ന് പ്രത്യാശയാക്കി ജീവനുള്ള ദൈവം അത് മാറ്റിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാളെ നമുക്കും ഒരു ഉയർച്ച സാധ്യമാണ്. അതിന് ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തിരുനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും എപ്പോഴും സഹായിക്കണമേ. ആമേൻ.